Hallelujah. Thank you, Jesus. Hallelujah. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വാഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. എന്നെ കരുതും ഉള്ളങ്കാരത്തിൽ എന്നെ വാഹിക്കും തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. Hallelujah. Thank you, Jesus. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്ത് ആമേൻ കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ പാടി ആരാധിക്കുവാനും ഒക്കെ ലഭിച്ച നല്ല ഭാഗ്യ നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. ആമേൻ. കണ്ണിൻ മണി പോലെ നമ്മളെ കാത്ത ദൈവം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയും നമ്മളെ ബലപ്പെടുത്തിയ ദൈവം ഈ പ്രഭാത സമയം നമ്മുടെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി തീരേണ്ടതിനാൽ കർത്താവിനോട് പറയാം, കർത്താവേ, എന്നെ അവിടെ നിലനിർത്തിയ വലിയ കൃപകൾക്കായിട്ട് ഞാൻ നന്ദി പറയും. ആമേൻ. ജീവിത സാഹചര്യങ്ങൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയി കണ്ട സാഹചര്യങ്ങളൊക്കെയും ഉണ്ടായി. പക്ഷെ അവിടെയൊക്കെ എല്ലാം എന്നെ താങ്ങിയ ഒരു കരമുണ്ട്. ആമേൻ. എന്നെ നിലനിർത്തിയ ഒരു കരമുണ്ട്. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. വളരെ ദൈവാശ്രയത്തോടുകൂടി ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഈ പ്രഭാതത്തിൽ വായിച്ച് ചില ചിന്തകൾ മാത്രം ഒന്ന് പങ്കുവെച്ചുകൊണ്ട് ആമേൻ നമുക്ക് പ്രാർത്ഥനയോടെ കടന്നു പോകാം. ആരെങ്കിലും ഒരാൾ വേഗത്തിൽ Isaiah chapter 11 verse 16. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് പോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരു വഴിയുണ്ടാകും. ആമേൻ. താങ്ക് യു സിസ്റ്റർ. മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഉണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്നും അവൻ്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ആമേൻ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവിന് നല്ല ഒരു ആമേൻ പറയണം. ആമേൻ. ഞാനതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ദ ലോർഡ് വിൽ ആമേൻ. സ്തോത്രം.
and there will be a highway for the remnant of his people. അവിടെ നമുക്ക് കാണാൻ കഴിയാവുന്നത് ഒരൊറ്റ വേർഡാണ്, അതാണ് എന്നെ സ്പർശിച്ചതും. ആമേൻ. ഇസ്രായേലിൽ നിന്നും അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ആരംഭിച്ചതിന് ശേഷം ഇസ്രായേലിനുണ്ടായിരുന്നത് പോലെ അശൂരിൽ നിന്നും അവൻ്റെ ജനത്തിന് ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു വേർഡാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു വിശാലത വരുത്തുന്ന മേഖലയ്ക്കകത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ മലയാളത്തിൻ്റെ വേർഡ് പറഞ്ഞത് പെരുവഴി എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ഹൈവേ എന്നാണ് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, സ്തോത്രം, ഒന്നിലധികം അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നവരെ പ്രത്യേകിച്ച് ചെറിയ വഴികളെല്ലാം ഏറ്റവും ആമേൻ ദുർഘടം നിറഞ്ഞതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കടന്നു പോകാൻ പറ്റത്തില്ല. പക്ഷേ ആമേൻ, സ്തോത്രം, വലിയ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വേഗത്തിൽ റീച്ച് ആകാനുള്ളതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാകുന്നുണ്ട്? ആമേൻ, ചില വഴികൾ വിശാലതയിലേക്ക് ഈ പ്രഭാതത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ആമേൻ ദൈവജനത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ? ആമേൻ, ഹല്ലേലൂയ. ഇടുങ്ങിയ വഴികളിലൂടെയായിരുന്നു കർത്താവെ ഞാൻ ഇതുവരെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ആമേൻ, എനിക്കൊരു വിശാലതയില്ലായിരുന്നു എൻ്റെ ജീവിതത്തിനകത്ത്. ആമേൻ, എപ്പോഴും പ്രതിസന്ധികൾ മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിനകത്തിൽ ആമേൻ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയപ്പെടുന്ന ആമേൻ ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തിൽ വിശാലത വരുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാത സമയത്ത് കർത്താവ് എന്നോട് പറയുന്നത് വിശാലതയിലേക്ക് കൊണ്ടുപോകുന്ന, ഹല്ലേലൂയ, ഇടുക്കവും ഞെരുക്കവുമുള്ള മേഖലകളെല്ലാം ആമേൻ മാറിപ്പോകുന്നു. പക്ഷെ ഇനി ഉണ്ടാകാൻ പോകുന്നത് വിശാലതയിലേക്കുള്ള ഒരു വഴിയാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ശുശ്രൂഷിച്ചത് ഇങ്ങനെയായിരുന്നു. ആമേൻ, ആമേൻ, സെയിം അതേ വേർഡ് തന്നെയായിരുന്നു. ആമേൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്. ആമേൻ, സ്തോത്രം, ആത്മാവ് അല്ലെങ്കിൽ ഒരുവന്റെ മേലെ യഹോവയുടെ ആത്മാവ് വസിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, അവൻ എന്തൊക്കെയാണ്? ജ്ഞാനത്തിൻ്റെയും ആമേൻ, സ്തോത്രം, വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പകരപ്പെടുന്നു. പക്ഷേ ആമേൻ, സ്തോത്രം, അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, സ്തോത്രം, അങ്ങനെയുള്ളവനെ വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാനും നിങ്ങളും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തതയുള്ള ജനമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം യേശു കർത്താവിൻ അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ പഴയ നിയമ പുസ്തകത്തിൽ ആമേൻ സൊദോം ഗൊമോറ എന്ന് പറയുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സൊദോം ഗൊമോറയ്ക്കകത്ത് താമസിച്ചിരുന്ന ആമേൻ, ഹല്ലേലൂയ, ലോത്തിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ആ മ്ലേച്ഛതയ്ക്കകത്തു നിന്നും തൻ്റെ ജനത്തെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ, സ്തോത്രം, ആ കുടുംബത്തിനകത്തു നിന്നും ആമേൻ ഒരു തലമുറയാണ് രക്ഷപ്പെടുത്തിയത്. ഹല്ലേലൂയ. നഷ്ടപ്പെടുമെന്ന് ആമേൻ ലോകം മുഴുവനും വിധി എഴുതിയ വല്ലെന്നുണ്ടെങ്കിൽ ആമേൻ എനിക്കിനി മുൻപോട്ടൊരു ലൈഫ് ഇല്ല എന്ന് പറഞ്ഞ് ആമേൻ പ്രാണവേദനയോട് കിടക്കുന്ന എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളെയല്ല ദൈവം തരാൻ പോകുന്നതിനെയും വിശാലതയുടെ നിമിഷങ്ങളാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു. ഹല്ലേലൂയ. എത്ര പേര് അതിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഈ പ്രഭാതത്തിൽ? ഹല്ലേലൂയ. നിന്നെ ആമേൻ, ഹല്ലേലൂയ, ഇടുങ്ങിയ ഞെരുക്കിയ വഴികൾക്കകത്തൂടെ കടന്നുപോയപ്പോൾ അതിനകത്തുനിന്നും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, നീ ഇനി വിശാലതയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പ്രഭാതത്തിൽ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ കരമുയർത്തിയോ അന്യഭാഷകളിലോ ആമേൻ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തു കൊള്ളണം. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്കതിന് ആസ്പദമായിട്ട് 1-2 കാര്യങ്ങളോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കതിനെ ആമേൻ അത് പൂർണ്ണമായും അതിനെ ഏറ്റെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിനാസ്പദമായിട്ട് ചില ഭാഗങ്ങളൊന്ന് ചിന്തിച്ചു പോകുക. അതിന് ആമേൻ അത് പറഞ്ഞില്ലെങ്കിൽ അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. ആമേൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ ആമേൻ അതിൻ്റെ 1-ാം അധ്യായം
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ഞാനിപ്പോൾ പറഞ്ഞ ആ വേർഡ് തന്നെയാണ്. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യുൽപമായൊരു ശേഷിപ്പ് വെച്ചിരുന്നെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു. സോദോം ഗോമോറയ്ക്ക് സദൃശ്യമായിരുന്നു എന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആമേൻ ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ആമേൻ ഹല്ലേലൂയ സ്തോത്രം സോദോമിനെയും ആമേൻ ഗൊമോറയെയും നശിപ്പിക്കാൻ തക്കവണ്ണം അവൻ കാരണമാക്കിയത് എന്താണ്? അവൻ അവിടെ മ്ലേച്ഛത പെരുകിയപ്പോഴാണ്, അല്ലെങ്കിൽ അവിടെ അവൻ അസ്വസ്ഥത പെരുകിയപ്പോൾ അവിടെ തൻ്റെ കണ്ണുകൾ അവിടെ പതിയപ്പെട്ടു. എന്നാൽ അതിനകത്തു നിന്നും ചിലതിനെ രക്ഷപ്പെടുത്തി പുറത്തെടുക്കണമെന്ന് ദൈവത്തിൻ്റെ നിയോഗത്തിനകത്തുള്ളതായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം, ആമേൻ എവിടെയോ കിടന്ന നമ്മളെ, അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകേണ്ട നമ്മളായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തിൽ ആമേൻ ഈ ലോകത്തിനകത്തിൽ കിടന്ന് ആമേൻ നഷ്ടപ്പെട്ടു പോകേണ്ട നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം അടുത്ത ഒരു റലത്തിനകത്തിലേക്ക് കർത്താവ് നമ്മളെ എടുത്തുയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ അതിനെ ഏറ്റെടുക്കണം, അതിനെ ആത്മാവിൽ അതിനെ സെൻസ് ചെയ്തോണം. ഹല്ലേലൂയ. ഞാൻ എവിടെ നിന്നായിരുന്നു, എവിടെയായിരുന്നു കിടന്നത്, പക്ഷെ എവിടേക്കാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ. 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ ആമേൻ പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം 22-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാമോ? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, വേഗത്തിൽ വേണേ. 14-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ തന്നെ വായിച്ചോളാം. എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും. അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ഞാൻ യെരൂശലേമിന് വരുത്തിയ അനർത്ഥവും അതിന് വരുത്തിയ സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം. മിസ്രൈമിൽ നിന്നും ആമേൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു വേർഡിനകത്ത് നിന്ന് മറ്റൊരു കണ്ടന്റോടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. മിസ്രൈമിൽ നിന്നും ആമേൻ വിടുവിച്ച് ഇസ്രായേൽ ജനം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ എത്ര പേര് ആമേൻ സ്തോത്രം അതായത് ഇസ്രയേൽ നാട്ടിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ വാഗ്ദത്ത കനാനെ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. എത്രയോ പ്രതികൂലങ്ങൾക്കകത്തൂടെ അവിടെ കടന്നു പോയപ്പോഴും പല സമയങ്ങളിലും ദൈവം അവരെ കടാക്ഷിച്ചു. ദൈവം അവർക്ക് വേണ്ടതൊക്കെയും വിശാലത വരുത്തി കൊടുത്തിട്ടും അവൻ അതിനകത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് പലർക്കും കഴിഞ്ഞില്ല. പക്ഷേ അതിനകത്തു നിന്നൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, തെരഞ്ഞെടുക്കുന്നവരെ ദൈവം ആമേൻ യഥാസ്ഥാനപ്പെടുത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അവർക്കാണ് ഒരു വിശാലതയുടെ കരം അവിടെ വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആമേൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മളെ കേൾപ്പിച്ച ഈ ദൈവവചനത്തിന്റെ ആഴം ഇങ്ങനെയായിരുന്നു. ആമേൻ സ്തോത്രം. അതിന്റെ 11-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നത് പോലെ അശൂരിൽ നിന്നും അവന്റെ ജനത്തിന് ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ശേഷിക്കുന്ന ശേഷിപ്പിന്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആരാണെന്ന് പ്രഭാതത്തിൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ശേഷിച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നത് ആരായിരിക്കുന്നു? ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയും, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിനകത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്നവർ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, ഞാനും നിങ്ങളും ആമേൻ ദൈവഗ്രഹത്തിന് വേണ്ടി ആമേൻ വിലപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഒരു വിശാലതയുടെ വഴി എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് തുറന്നു തരാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ 1-2 നിമിഷങ്ങൾ ആരാധിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ചില പ്രതികൂലങ്ങൾ വഴിമാറാൻ പോവുകയാണ്, ചില പ്രതിസന്ധികൾ വഴിമാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി നിൽക്കുന്നവനെ ഹല്ലേലൂയ തമ്പുരാൻ കരം പിടിച്ചുയർത്തുന്ന മിനിറ്റുകളായി മാറാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം. റോമാലേഖനത്തിന്റെ
ആമേൻ. റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്. ആമേൻ. അതിങ്ങനെയാണ് പറയുന്നത്: യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ചും ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിക്കത്രേ രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. വ്യക്തമായിട്ട് കേട്ടോണം ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ ഹൃദയത്തിനകത്തിൽ കോറിയിട്ടോണം. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, യെശയ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ, ആമേൻ ഹല്ലേലൂയ, ഇസ്രായേലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും, ആമേൻ, ശേഷിപ്പത്രേ രക്ഷപ്പെടൂ. ആമേൻ ഹല്ലേലൂയ. ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടുത്തുള്ളൂ. എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി നിലനിൽക്കുന്നവനെ ദൈവം, ആമേൻ, യഥാസ്ഥാനപ്പെടുത്തുക തന്നെ ചെയ്യും. അവർക്കുള്ളതാണ്, ആമേൻ, വിശാലതയുടെ വഴി. ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാകുന്നുണ്ടോ? ആമേൻ ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അതേ റോമാലേഖനത്തിനകത്തിൽ 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിനകത്തിൽ നമ്മളോട്, ആമേൻ, ഇപ്രകാരമാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ പറയപ്പെടുകയാണ്: അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഈ കാലത്തിലും. ഏത് കാലത്തിലാണ്? ഹല്ലേലൂയ. ഇപ്പോൾ, ഈ നിമിഷം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന നിമിഷം, നമ്മളായിരിക്കുന്ന മേഖലയ്ക്കകത്തിൽ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. ആ ശേഷിപ്പിനെയാണ് കർത്താവ് വിശാലതയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എത്ര പേർക്കെന്ന് പ്രഭാതത്തിൽ മനസ്സിലാകുന്നുണ്ട്? യേശു കർത്താവിൻ്റെ കൂടെ നടന്ന, ആമേൻ, ശിഷ്യന്മാര് പോലും, ഹല്ലേലൂയ, അവസാന നിമിഷം യേശുവിൻ്റെ കൂടെ നിന്നും, ആമേൻ, ചിതറിപ്പോകാൻ ഇടയായി തീർന്നു. എന്നാൽ, ആമേൻ ഹല്ലേലൂയ, യേശു ഇങ്ങനെ പറഞ്ഞു: ഞാൻ പറയാതെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. യെരൂശലേം വിട്ടു പോകരുതെന്ന് പറഞ്ഞപ്പോൾ യെരൂശലേമിനെ, ആമേൻ ഹല്ലേലൂയ, എങ്ങനെ അവർ സാക്ഷീകരിക്കുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായപ്പോഴാണ്, ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത്, ആമേൻ, 120 പേരുടെ മർക്കോസിന്റെ മാളിക മുറി അവർക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുക്കപ്പെട്ടവനെ, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ ശക്തമായൊരു ദൂതറിയിപ്പിക്കുന്നു: തെരഞ്ഞെടുക്കപ്പെട്ടവന് വിശാലതയുടെ വഴിയെ തുറന്നു കൊടുക്കുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, വിശാലതയുടെ വഴി, ആമേൻ, അത്ര ചെറുതല്ല. ആമേൻ ഹല്ലേലൂയ. അത് ചില വിഷയങ്ങൾക്കകത്തൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അതിനെ പ്രാപിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവന്റെ മേൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും എന്ന് പറയുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രസൻസ് ഇന്നു പ്രഭാതത്തിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ആ വിശാലതയുടെ വഴിയെ തുറക്കപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്നു പ്രഭാതത്തിൽ. ഹല്ലേലൂയ. നാളെ എന്നൊരു വേടല്ല പറയുന്നത്, കർത്താവ് പറയുന്നത് ഇപ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. ശേഷിക്കുന്ന ശേഷിപ്പിന്, ഹല്ലേലൂയ, പറയാൻ കഴിയണം. ശേഷിപ്പിക്കുന്ന, ആമേൻ, ദൈവം അവശേഷിപ്പിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. ഹല്ലേലൂയ. എല്ലാരെയും അല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ മറ്റൊരു സമയം ഞാൻ തെരഞ്ഞെടുക്കും. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അവർ ദൈവകൃപയ്ക്കകത്ത് നിൽക്കുന്നവരായിരിക്കും. അവർ പ്രാർത്ഥനയിൽ, ആമേൻ, ഉറ്റിരിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് പ്രത്യേകതയുണ്ട്. അവർ, ആമേൻ, എല്ലാ മേഖലകൾക്കകത്തും ദൈവത്തോട് എപ്പോഴും ചേർന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ളവർക്ക്, ആമേൻ ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, സ്തോത്രം, അവരുടെ ജീവിതത്തിനകത്ത്, ആമേൻ, ദൈവം കൊടുക്കുന്ന വഴിയാണ്, ആമേൻ ഹല്ലേലൂയ, സ്തോത്രം, വിശാലതയുടെ വഴി. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ട്രാക്കല്ല, ആമേൻ, സ്തോത്രം, നിനക്ക് ഓടി തികയ്ക്കുവാനുള്ള, ആമേൻ ഹല്ലേലൂയ, വിശാലതയുടെ ഒരു ട്രാക്ക് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവിതത്തിനകത്തിൽ, ഹല്ലേലൂയ, കഷ്ടതയുടെയും പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും ജീവിതം കടന്നു വരുമ്പോൾ അതിനകത്ത് ദൈവം തരാൻ പോകുന്ന ഒരു വഴിയാണ്, ആമേൻ ഹല്ലേലൂയ, വിശാലതയുടെ വഴി. അതെന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, അത് നിത്യമായ രാജ്യത്തിനകത്തിലേക്കുള്ളൊരു വഴിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിക്കകത്തിലെ പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. ആമേൻ ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ തകർക്കാൻ നിൽക്കുന്ന ഒത്തിരി പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരും. എന്നാൽ, ആമേൻ, അതിനകത്തു നിന്നും കർത്താവ് നമ്മളെ, ആമേൻ, രക്ഷിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ്, ആമേൻ ഹല്ലേലൂയ, നിത്യത എന്ന് പറയുന്നത്. നിങ്ങൾ അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. ആമേൻ, യഹോവ മിസ്രയേം കടലിന്റെ നാവിനെ ഉന്മൂലനാശന
ദർശനം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടി ആമേൻ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. ഹാലേലൂയ സ്തോത്രം. 7 കൈവഴിയായി. സ്തോത്രം. ഹാലേലൂയ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ വിശ്വസിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടുമ്പോൾ ആമേൻ ആമേൻ ദൈവം പറയുന്നത് ആമേൻ ഹാലേലൂയ വിശാലതയുടെ വഴി. ചിലത് പിശാച് ഒഴിഞ്ഞു പോകും, എന്നാൽ ആമേൻ ദൈവം ഒരുക്കുന്ന വഴിയുണ്ടല്ലോ, അത് വിശാലതയുടെ വഴിയാണ്. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് പ്രഭാതത്തിൽ? കർത്താവേ, എന്നെ ഇന്ന് പ്രഭാതത്തിൽ കേൾപ്പിച്ച ഈ ദൈവവചനം ആമേൻ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറഞ്ഞത്: മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശ്ശൂരിൽ നിന്നും അവൻ്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ആമേൻ. And there will be a highway for the remnant of his people. ദൈവം ഒരുക്കുന്ന വഴി അത് വിശാലതയുള്ളതാണ്. അതിനെ തകർക്കാൻ പറ്റത്തില്ല. യെസ്, ഇന്ന് പ്രഭാതത്തിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന 17 ഫാമിലിയോട് ഞാൻ പറയുന്നു, വിശാലത വരാൻ പോവുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തായിരിക്കുക. ആമേൻ ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു ഓപ്പൺ ഹൈവേ തുറക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആരുടെയും മുമ്പിൽ ഇതുവരെ തുറക്കാത്ത വഴി ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ഓപ്പൺ ആകാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് സമർപ്പിക്കാം. അവൻ ഈ കടന്നു വന്നിരിക്കുന്ന ജനത്തിന് വേണ്ടി ഹല്ലേലൂയ കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആമേൻ ഹല്ലേലൂയ, കടന്നു വന്നിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവം വചനം പോലെ തന്നെ ആമേൻ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി ആമേൻ അത് ആമേൻ നിത്യതയ്ക്കുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ യേശു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വഴിക്കകത്ത് ആമേൻ അസാധാരണമായ ദൈവപ്രവർത്തികളുടെ വഴികളും അതിനകത്തുണ്ട്. ഇന്ന് ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഇന്ന് ഞങ്ങൾ ആമേൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾ, അതിനെയെല്ലാം ദൈവത്തിൻ്റെ കരം വിശാലതയിലേക്ക് കൊണ്ടുവരാൻ വരുന്നുവെന്ന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. തൻ്റെ ജനം മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട് ഇസ്രായേൽ ജനം ആമേൻ പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ആമേൻ ചെങ്കടലിൻ്റെ മുൻപിലെത്തി, വഴിയില്ലാതെ വഴി തടസ്സമായിട്ട് നിന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വഴി അതിനകത്ത് തുറക്കപ്പെട്ടു. ആ വഴി തുറന്നപ്പോൾ ആമേൻ സ്തോത്രം, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കുള്ള അവരുടെ എൻട്രി ആയിരുന്നു. ഇന്നുവരെ തുറക്കാത്ത ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം അതുപോലെ ഒരു വിഷയം ലോകത്തിൻ്റെ മുമ്പിൽ സംഭവിച്ചിട്ടില്ല. പക്ഷെ ദൈവം ഒരു വഴി തുറന്ന് തൻ്റെ ജനത്തെ മറുകരയെത്തിച്ചപ്പോൾ ആമേൻ സ്തോത്രം, ശത്രു സൈന്യം അതിനകത്ത് തകർന്നു പോയി. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരൊറ്റ വേടാണ്: നിന്റെ പിറകെ വരുന്ന ഒരു ശത്രുവും നിൽക്കത്തില്ല, അവൻ എന്നേക്കുമായി അവസാനിക്കും. പക്ഷെ നിനക്കുള്ള വഴി ആമേൻ ഹൈവേ ആയിരിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ജനത്തിനു വേണ്ടിയുള്ള പുതു വഴികൾ അവിടുന്ന് തുറക്കപ്പെടട്ടെ കർത്താവെ. ആത്മാവിൽ അതിനെ ഞാൻ ആത്മാവിൽ അതിനെ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ആ വഴി അവിടുന്ന് ഓപ്പൺ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ വഴിയെ ഞങ്ങൾ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൻ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഹല്ലേലൂയ. എലീശ പാസ്റ്ററിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു ഓപ്പൺ ഹൈവേ ആമേൻ തൻ്റെ ജീവിതത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ വഴി അവിടുന്ന് തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ഹൈവേ ആമേൻ തൻ്റെ ജീവിതത്തിന് വേണ്ടി തുറക്കപ്പെടട്ടെ കർത്താവെ. ആമേൻ ആമേൻ. തൻ്റെ ജീവിതത്തെ അവിടുന്ന് മുറുക്കിയിരിക്കുന്ന, ആമേൻ പിടിച്ചു വലിച്ചിരിക്കുന്ന ആമേൻ ചില പ്രതിസന്ധികളെ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ആമേൻ ബ്രേക്കപ്പ് ചെയ്യുകയാണ്. ആമേൻ അത്
പൊട്ടിമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പുതിയ വഴികൾ അവിടുന്ന് തുറക്കപ്പെടട്ടെ കർത്താവേ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഡെനി പീറ്ററിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാസി അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തൻ്റെ മകളുടെ മേൽ വെളിപ്പെടുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ, ആമേൻ ഹാലലി ഓപ്പൺ ഹൈവേ, ആമേൻ സ്തോത്രം, വിശാലമായിട്ടുള്ള ഒരു വഴി കർത്താവേ തൻ്റെ ജനത്തിന് വേണ്ടി അവിടുന്ന് തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തലമുറ ഏൽപ്പിക്കുന്നു, മാതാവിനെ ഏൽപ്പിക്കുന്നു, എൻ്റെ ജോലി ഏൽപ്പിക്കുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ. വന്ദന सिस्टर के लिए भी हम लोग प्रार्थना कर रहे हैं, फैमिली के लिए प्रार्थना कर रहे हैं, हस्बैंड के लिए प्रार्थना कर रहे हैं, आमीन। वंदना जी के लिए, बच्चे के लिए प्रार्थना कर रहे हैं, हालेलुया, यीशु के नाम से आमीन। आज प्रभात में, आज का दिन में, उनका लाइफ में जो कुछ भी आवश्यकता है उसी के लिए हम लोग प्रार्थना कर रहे हैं। परमेश्वर उसको चुंगाई देना, हालेलुया, उसको छू लो अभी उनका लाइफ के अंदर, आमीन, उसको आमीन जो कुछ भी प्रॉब्लम्स है, हालेलुया, सोच कर आया हुआ है आज प्रभात में, ये प्रार्थना अंदर आमीन इसके अंदर जो आमीन आया हुआ है, हालेलुया, उसके लिए जो कुछ भी विषयों के अंदर आया है वो उसके लिए आमीन परमेश्वर उसको चंगाई देना, हालेलुया, താങ്ക് യു ജീസസ്. അനിയാൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മകളെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ആയുസ്സും ആരോഗ്യം കൊടുത്ത് നിർത്തിയിരിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എത്രയോ പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നുപോയി, പക്ഷേ ഹാലലിയ ദൈവം കൊടുത്തിരിക്കുന്ന വിശാലതയുടെ വഴി കർത്താവ് ഇന്നും ഓപ്പണായി കിടക്കുകയാണ്, ഹാലലുയ. ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയത്തില്ല. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും അതിനെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അങ്ങനെ ചെയ്ത കൃപകൾക്കായിട്ട് നന്ദി. ലിസ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം കർത്താവെ. ഇതുവരെയും മുമ്പിലൊരു വാതിലിലായിരുന്നു, പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ വിശാലതയുടെ ഒരു വഴി, ഹാലേലുയ സ്തോത്രം, ഒരു ഓപ്പൺ ഹൈവേ തനിക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ, ആമേൻ, ഹാലേലുയ സ്തോത്രം. മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ അടയപ്പെട്ട വാതിലുകൾ, ആമേൻ ആമേൻ, താങ്ക് യു ജീസസ്. കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയൊക്കെയോ പിശാച് അടച്ചതായിരുന്നു, പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അത് ഇന്ന് പ്രഭാതത്തിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു, അത് തുറക്കപ്പെടാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. തലമുറകളെ ഏൽപ്പിക്കുന്നു, വിദ്യാഭ്യാസങ്ങളെ ഏൽപ്പിക്കുന്നു, ആമേൻ ആമേൻ ആമേൻ, ഹല്ലേലൂയ. ഹസ്ബൻഡിൻ്റെ യാത്രകളെല്ലാം അനുഗ്രഹമായി തീർന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജെസ്സി സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സാന്നിധ്യം അവിടെ നിന്ന് കൂടെ ഇരിക്കണം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഹാലേലൂയ. മിനിസ്ട്രികളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. താൻ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഈ ദിവസങ്ങൾ, ഹാലേലൂയ സ്തോത്രം. കർത്താവെ, പരിശുദ്ധാത്മാവുമായിട്ടൊരു വലിയ റിലേഷൻഷിപ്പിനകത്തിൽ കയറിയിട്ട് പറയപ്പെടുന്ന ഏകദേശം ഹാലേലൂയ 4ഓളം വിഷയങ്ങളെ കർത്താവിനെ കാണിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അതിനകത്തിലൊക്കെ അസാധാരണമായ വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ, ഹാലേലൂയ സ്തോത്രം. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കരുതലും കൃപയും അവിടുന്ന് ചലിക്കപ്പെടാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചു കൊള്ളുക. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഒരു ഓപ്പൺ, ആമേൻ, ഒരു ഡോർ, ആമേൻ, ദേവദാസിയുടെ മുമ്പിൽ, ജെസ്സി മാത്യു സിസ്റ്ററിന്റെ മുമ്പിൽ കർത്താവ് തുറക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ, ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ യു റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. യൂദ ബ്രദറിനായി പ്രാർത്ഥിക്കുന്നു. ബ്രദറിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടട്ടെ, ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് എന്നോട് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. രാജാറാം ബ്രദർ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അത് പറയുക, ആമേൻ. കർത്താവ് എന്നോട് പറയുന്നു, ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മുൻപിൽ മാനിക്കുന്ന ഒരു ദൈവമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിന്ദിച്ച്, ആമേൻ ആമേൻ, മാറ്റി നിർത്തിയ, ആമേൻ, ഒരു മേഖലയെ കർത്താവ് അതിനെ പൊട്ടിച്ച് പുറത്തെടുക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. യൂദ ബ്രദറിനോട് കർത്താവ് പറയുന്നത് നിന്ദകളെ അഴിക്കുന്ന ഒരു സമയം, ആമേൻ, അത് ഇതാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, തൻ്റെ മകനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആ കർത്താവിൻ്റെ ദാസൻ്റെ മേൽ ദൈവിക അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ചലിക്കപ്പെടട്ടെ കർത്താവെ. പാസ്റ്റർ ജയേഷിനായി പ്രാർത്ഥിക്കുന്നു, ഹാലേലൂയ. ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ തൻ്റെ ദാസൻ്റെ മേൽ, ആമേൻ, ഹാലേലൂയ. കർത്താവിനോട് പറയുന്നു, കർത്താവിൻ്റെ ദാസനെ, ആമേൻ 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 ആമേൻ. ഏലിയാവിൽ നിന്നും എലീശയിലേക്ക് അവൻ വീണ ആ പുതപ്പ്, ആമേൻ, ഹാലേലൂയ, അത് സാധാരണമല്ലായിരുന്നു, അതൊരു അസാധാരണമായിരുന്നു, ആമേൻ, സ്തോത്രം, ഹാലേലൂയ. എന്നാൽ ആമേൻ, ദാവീദിൻ്റെ ശിരസിൻ്റെ മേൽ വീണ അഭിഷേകം
തൈലം, ആമേൻ, അതും അസാധാരണമായിരുന്നു. ആമേൻ. ഇത് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. വീണ പുതപ്പ് കൊണ്ട് ഒരു നദിയെ തുറന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകത്തിൻ്റെ തൈലം വീണപ്പോൾ ആമേൻ, അത് സിംഹത്തെയും കരടിയെയും വലിച്ചു കീറി. ആമേൻ. രണ്ട് അഭിഷേകത്തിൻ്റെ തലങ്ങൾ, വ്യത്യസ്തതയുള്ള രണ്ട് അഭിഷേകം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, വ്യത്യസ്തതയുള്ള രണ്ട് അഭിഷേകങ്ങളെ വഹിക്കുന്ന ആമേൻ ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് അറിയിപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് അവൻ ഏറ്റെടുത്തുകൊള്ളുക. ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. രാജാറാം ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ അഭിഷിക്ത ദാസന്റെ മേൽ ആമേൻ ഹല്ലേലൂയ കാത്തിരിപ്പിന് ആമേൻ. കർത്താവ് എന്നോട് പറയുന്നു, കാത്തിരിപ്പിന് അതിനൊരു ആമേൻ അറുതി, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു എൻഡ് വരാൻ പോകുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരു ജനനം നടക്കുന്നത് പോലെ കർത്താവ് എന്നോട് പറയുന്നു, കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. ആമേൻ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരാൻ പോകുന്നു. ഹല്ലേലൂയ. രാജാറാം ബ്രദറിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഈ പ്രഭാതത്തിൽ ആമേൻ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില മേഖലയ്ക്കകത്തു നിന്നും കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സുലോചന ആൻറ്റിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടണം. കർത്താവേ, തൻ്റെ ദാസിയുടെ മേൽ അഭിഷേകത്തിൻ്റെ ചലനങ്ങൾ ചലിക്കപ്പെടട്ടെ. ആമേൻ ഹല്ലേലൂയ. വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കകത്ത് ആമേൻ വലിയ ഡെലിവറൻസുകൾ നടക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില ആമേൻ വ്യക്തികളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്തിൽ കർത്താവിനോട് പറയുന്നു, ആമേൻ 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 ആമേൻ, അതിനകത്ത് ഭയങ്കര ഡെലിവറൻസുകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, തൻ്റെ ദാസിയുടെ മേൽ അങ്ങനെ ഒരു അഭിഷേകം വീഴുന്ന കൃപയ്ക്കായിട്ട് നന്ദി. അബിഗേൽ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആമേൻ ഒരു ദൈവത്തിൻ്റെ കൃപ ചലിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിൻ്റെ പദ്ധതികൾക്കും ആമേൻ ദൈവത്തിൻ്റെ കൃപാദാനങ്ങളെ ചുമക്കുന്നതുമായിട്ടുള്ള ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിൻ്റെ അമ്മ മറിയം ആമേൻ അഭിഷേകം അല്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ചപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന പേര് മാറിയിട്ട് ആമേൻ കൃപ ലഭിച്ചവളെ എന്നുള്ള പേരിന് ആമേൻ സ്തോത്രം ഒരു നെയിം പ്ലേറ്റ് വീണതുപോലെ കർത്താവ് എന്നോട് പറയുന്നു, അബിഗേൽ സിസ്റ്ററിൻ്റെ മേൽ ദൈവത്തിന് ആമേൻ ചില പേരുകൾ മാറ്റപ്പെടുന്നത് പോലെ, പേരുകൾ ചേഞ്ച് ആക്കുന്നത് പോലെ ആമേൻ ദൈവത്തിൻ്റെ കൃപ ചലിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായൊരു ദൂത് അറിയിപ്പിക്കുകയാണ്. ആമേൻ നിങ്ങളുടെ പേര് ആമേൻ മാറാൻ പോകുന്നു. ഹല്ലേലൂയ. എന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തതയുള്ള ചില കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം നിങ്ങളെ ആമേൻ അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. പ്രവീൺ കുമാർ എന്ന് പറയുന്ന ആ ഡിവൈസിനെ നോക്കി പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഒരു പ്രവചന ശബ്ദം പോലെ പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മാറാ നാഥ എന്ന് പറയുന്ന ഒരു പദം എൻ്റെ നാവിൽ വരുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിനകത്തിലേക്ക് കയറുക. ആമേൻ ഹല്ലേലൂയ. സ്തോത്രം. മാറാ നാഥ. ആമേൻ ആമേൻ. പിന്നെയും ആ പദം എന്നെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതരത്തിനകത്ത് കൊണ്ടുവരുന്നു. നിങ്ങൾ ഏത് ലാംഗ്വേജുകാരനാണെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് എന്നോട് പറയുന്നു, മാറാ നാഥ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്ക്. ആമേൻ ഹല്ലേലൂയ. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. പക്ഷെ എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ശക്തമായൊരു മൂവ്മെൻറ്റിനെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആമേൻ പകർന്നു തരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് in the name of Jesus. हालेलुया. स्तोत्रम. पिंगी कार्निवल का हम लोग प्रार्थना कर रहे हैं. आमीन आमीन. हालेलुया. इस प्रभात में आमीन तुम्हारे घर के अंदर आमीन हालेलुया आमीन some type of आशीष आमीन तुम्हारे घर के अंदर आ रहे करके मुझे आमीन परमेश्वर बता रहे. आमीन. I don't know आमीन हालेलुया. ब्लेसिंग्स आमीन तुम्हारे घर के अंदर आ रहे.
अमेन हालेलुया। पिंकी सिस्टर के लिए हम लोग प्रार्थना करने का टाइम, परमेश्वर मुझे अमेन मेरे कान में सुनाई दे रहे, अमेन ब्लेसिंग्स आ रहे, हालेलुया। अमेन आज आज प्रभात में आप लोग प्रार्थना कर दीजिए। अमेन अमेन कुछ और सेवन टाइप ऑफ ब्लेसिंग्स, सेवन टाइप ഓഫ് ബ്ലെസ്സിങ്സ് ഇൻ ദ നെയിം ഓഫ് ജീസസ്। കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു इस फैमिली में। आमेन मुझे जो सुनाई दिया, जो सेवन टाइप ऑफ ब्लेसिंग कुछ भी हो, आमेन आज हम आमेन इस फैमिली के लिए हम लोग प्रार्थना करने का टाइम, और आमेन उसका फैमिली में उसका हस्बैंड, आमेन उसका बच्चा और पिंकी सिस्टर, इनके ऊपर वो ब्लेसिंग्स आज प्रभात में, आमेन इनका प्रार्थना रूम के अंदर, आमेन। परमेश्वर मुझे ऐसा बता रहे, आप लोग जब प्रार्थना करेगा ना, उस प्रार्थना का टाइम पर, आमेन हालेलुया, उसको ये भी बता रहे आप वो विषयों के आप लोग आमेन खींच के लेना, मतलब प्रार्थना करके उसको खींच कर लेना, आमेन हालेलुया। इस टाइम पर ये 2025 में हमें कुछ 7 ब्लेसिंग तुम्हारे ऊपर आ रहे, तुम्हारा फैमिली में आ जा रहे। होली स्पिरिट, आई डोंट नो, थैंक यू जीसस, इन और द पास्टर नेम, जी, हेलो। ब्लेस्ड इन द नेम ऑफ जीसस, होली स्पिरिट, थैंक यू जीसस, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഞങ്ങൾ ടിനായ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മകളുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ചലിക്കപ്പെടട്ടെ. ആമേൻ 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 ആമേൻ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. ഈ പ്രഭാത സമയത്ത് ടിനായ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഫേവർ കർത്താവെ തൻ്റെ മകളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ആമേൻ. കർത്താവ് എന്നോട് പറയുന്നു, മരിച്ചു കിടക്കുന്ന ചില വിഷയങ്ങളെ, മരവിച്ച് കിടക്കുന്ന ചില വിഷയങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനെ ഉയർത്തി ആമേൻ വിശാലതയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ. മരിച്ച ചില വിഷയങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയണം കേട്ടോ മോളെ. ആമേൻ ഹല്ലേലൂയ. കർത്താവ് എന്തോ ഒരു വലിയ കാര്യം നിന്റെ വീടിനകത്ത് ചെയ്യാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ റലം മാറാൻ പോവുകയാണ്. നീ ഇതുവരെ കേട്ട ദൈവശബ്ദമല്ല ഇനി കേൾക്കാൻ പോകുന്നത്. വ്യത്യസ്തതയിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകും. ആമേൻ ഹല്ലേലൂയ. എലി പുരോഹിതൻ്റെ അടുത്ത് കിടന്നിട്ട് ആമേൻ ശമൂവേൽ ബാലൻ കേട്ടത് 1 2 പ്രാവശ്യം പറഞ്ഞപ്പോഴൊന്നും ദൈവശബ്ദം തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ആമേൻ സ്തോത്രം, അടുത്ത സെക്കൻഡിനകത്തിൽ അവിടെ ഒരു ദൈവശബ്ദമുണ്ടായപ്പോൾ അതിനെ റിസീവ് ചെയ്യത്തക്ക രീതിയിൽ മറ്റൊരു ശബ്ദം, ഒരു മാനുഷിക ശബ്ദം കൂടെ ഉണ്ടായി അവിടെ. എന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു. ഇനിയും ആമേൻ എലി പുരോഹിതൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനിയൊരു ശബ്ദം നീ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പറയണം, അടിയനിത അടിയനിത. ഇങ്ങനെയൊരു പദം പറഞ്ഞപ്പോൾ പിന്നീട് ആമേൻ മറ്റാരോടും ചോദിക്കേണ്ടി വന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാനായിട്ട് തുടങ്ങി. എന്ന് കർത്താവ് എന്നോട് പറയുന്നു, ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഒത്തിരി ഇടപെടാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ നീ വിഷമത്തോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ മറുപടി ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിനകത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ ഇപ്പോൾ പ്രഭാതത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞ് ബ്ലെസ് ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം എന്നോട് പറഞ്ഞിങ്ങനെയായിരുന്നു, ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ഈ പ്രഭാതത്തിൽ എത്ര പേര് ആ പെരുവഴിയെ അല്ലെങ്കിൽ ആ വിശാലതയുടെ വഴിയെ ആഗ്രഹിക്കുന്നുണ്ട്? ആൻഡ് ദെയർ വിൽ ബി എ ഹൈവേ. ആ ഹൈവേ ആഗ്രഹിക്കുന്നവർ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ആമേൻ. യേശു കർത്താവ് ഒന്നുകൂടെ പറയുന്നു, ആമേൻ, ആ വഴികളിൽ വരുന്ന ചില ഇടർച്ചകളെ
എൻ്റെ യേശു കർത്താവ് അതിനെ മാറ്റി. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. വിശാലതയിലേക്ക് എൻ്റെ കർത്താവ് അതിനെ കൊണ്ടുപോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ബ്ലോക്കുകളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപകൾക്കായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.